എല്ലാവർക്കും ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പുഡിങ്ങാണെന്ന്. അതെ, ഇതൊരു പേരക്ക കൊണ്ടുള്ള പുഡിങ്ങാണ്. അതായത് കുറച്ച് സ്ഥലമുള്ള എല്ലാവരുടെ വീട്ടിലും ഒരു പേരമരം എന്തായാലും ഉണ്ടാവും. നമ്മളപ്പോൾ അത് മുറിച്ച് കഴിക്കും, അതുപോലെ തന്നെ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊരു പുഡിങ് ഉണ്ടാക്കി നോക്കും നിങ്ങൾ. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്. നമ്മുടെ വെറുതെ വീണ് നശിച്ചു പോകുന്ന പേരക്ക കൊണ്ട് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സൂപ്പർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. പേരക്ക പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പേരക്ക കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. പേരക്ക നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള പേരക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കുരു കുറവുള്ള ടൈപ്പുള്ള പേരക്ക എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവ് നമുക്ക് വേവിച്ചതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇനി ആ പാത്രത്തിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വേവിക്കണം. പേരയ്ക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പേരക്ക എന്തായിരുന്നതേ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കുറവല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ നമ്മൾ മൂടി വെക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പേരക്ക എന്നുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടിയൊക്കെ ആകുമ്പോൾ കറക്റ്റാവും. ഇനി ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തുറന്നിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. നമ്മുടെ പേരക്കയൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പൊട്ടറ്റോ സ്മാഷറോ അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ചില പേരക്ക നമുക്ക് ഇതുപോലെ ഉടച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരില്ല, അല്ലാണ്ട് തന്നെ വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഉടഞ്ഞു ചേരും. ചില പേരക്ക നമ്മളിതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതവിടെ ഇരുന്നിട്ടൊന്ന് നന്നായി ചൂടാറണം. പേരക്കയൊക്കെ ചൂടാറി ഇട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കരുതിട്ടോ ഒരിക്കലും. കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുരുവും കൂടിയിട്ട് അതിൻ്റെ കൂടെ അടിഞ്ഞു ചേരും. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള ആ പേരക്ക വേവിച്ചത് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ പൾപ്പ് അതിൽ നിന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ഇത് പേരക്ക ഇതുപോലെ പൾപ്പ് മാറ്റുമ്പോൾ ആ അരിപ്പയുടെ അടിയിലും ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്പൂൺ വെച്ചിട്ട് തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് നമ്മൾ വടിച്ച് ആ പൾപ്പ് പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫുള്ള് പേരക്ക ഇതുപോലെ പൾപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാം. പേരക്കയുടെ പൾപ്പ് ഞാൻ ഫുള്ളായിട്ട് എടുത്തു. ഇപ്പോൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 കപ്പ് പൾപ്പുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 സ്ലൈസ് ബ്രെഡാണ്. സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ തരിതരിപ്പായിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഈ ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കണം. നമ്മളിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്പൂണിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ആ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടണ്ട കേട്ടോ. കാരണം കസ്റ്റാർഡ് പൗഡർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേരക്കയുടെ ടേസ്റ്റ് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു അളവിൽ, അതായത് ഒരു 3 കപ്പോളം പേരക്ക, 5 സ്ലൈസ് ബ്രെഡ്, 2 കപ്പ് പാല്, 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഈ നിലയ്ക്ക് എടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ കസ്റ്റാർഡ് കുറുക്കിയെടുക്കാൻ പറ്റുന്ന ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ഇട്ടു, 1/4 കപ്പ് കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. ഇതിന് പകരമായിട്ട്, അതായത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. 1/2 മുതൽ 3/4 കപ്പ് വരെ. പക്ഷെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരക്കയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നമ്മുടെ പേരക്കയുടെ പൾപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് നമ്മൾ മിക്സ് ആക്കുക. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഞാൻ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കലക്കിയതും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് 1/4 ടീസ്പൂണോളം ഏലക്കായയുടെ പൊടിയും ഒരു നുള്ള് ഉപ്പുമാണ്. ഏലക്കായയുടെ പൊടി കൂടരുത്, കാരണം ഏലക്കായയുടെ പൊടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ പേരക്കയുടെ ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസും വളരെ കുറച്ച് ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ, കാരണം നമുക്ക് ആ പേരക്കയുടെ ടേസ്റ്റാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയണത്. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട്, അതായത് ഒന്ന് കുറുക്കിയെടുക്കണം ഇതിനെ.
ഈ ഒരു കട്ടിയിൽ കുറുകി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ഇത് വല്ലാതെ അങ്ങ് കട്ടിയിൽ കുറുകൊന്നുമില്ല, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്ലൈറ്റായിട്ട് കുറുകി വരുള്ളൂ കേട്ടോ. പുഡിംഗ് മിക്സിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു പൊടി ചേർത്ത് കൊടുക്കണം. അത് 2 വട്ടമായിട്ടോ 3 വട്ടമായിട്ടോ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോഴാണ് നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇതിലേക്ക് യോജിച്ച് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് മിക്സ്ചർ നമുക്ക് കിട്ടും. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് പുഡിംഗ് മോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ പുഡിങ് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ പുഡിംഗ് മോഡിൽ ജ്യൂസ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളൊരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 6 മണിക്കൂറോളം വെക്കാം. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പുഡിങ് പുറത്തേക്ക് എടുത്തു. അതിൻ്റെ മേലെ ഒരു സ്ട്രോബെറി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യോസ് വെതറി കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ, എന്ത് നട്ട്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ പേരക്കയുടെ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബൈറ്റ് നമുക്ക് ഈ നട്ട്സിൻ്റെയും കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. പേരക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു പുഡിങ് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ ഒരു പുഡിങ് കുറച്ചും കൂടി കട്ടിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ അല്ലെന്നുണ്ടെങ്കിൽ ജെലാറ്റിനോ ചേർത്ത് കുറച്ചും കൂടി കട്ടിയിൽ നിങ്ങൾക്ക് പുഡിങ് സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ. നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ പഴുത്ത് വീണു പോകുന്ന പേരക്ക നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.